ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വി വർ ഡിസ്കസിങ് പോളറൈസേഷൻ. അതിൽ തന്നെ രണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് വേവ്സ് സൂപ്പർപോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ തിയററ്റിക്കലി ചെക്ക് ചെയ്തു. ഓക്കെ, ബേസിക്കലി രണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് വേവ്സ്, അപ്പോൾ അതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ, പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ അതിൽ തന്നെ ഇഫ് ദർ ഈസ് നോ ഫേസ് ഡിഫറൻസ്, ഒരു ഫേസ് ഡിഫറൻസും ഇല്ല, ഒന്നിൻ്റെ 0 തുടങ്ങുന്ന അതേ ഡയറക്ഷനിൽ മറ്റേ 0 തുടങ്ങുന്നു, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് അത് രണ്ടും കൂടി സൂപ്പർ പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലീനിയർലി പോളറൈസ്ഡ് വേവ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ തന്നെ ഇനി ഈ രണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് വേവും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള പ്ലെയിൻ പോളറൈസ്ഡ് വേവ്സും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആവുകയാണെങ്കിൽ, ആൻഡ് ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആവുക, അതേസമയം തന്നെ രണ്ട് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ യു വിൽ ഗെറ്റ് സർക്കുലർലി പോളറൈസ്ഡ് വേവ്. ഓക്കെ, ഇനി ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആവുകയും രണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആവുകയും ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എൻ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ തിയററ്റിക്കൽ ഇത് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വേവ് റിട്ടാർഡേഷൻ പ്ലേറ്റ്സ്, ഹാഫ് വേവ് പ്ലേറ്റ്, ക്വാർട്ടർ വേവ് പ്ലേറ്റ്. ബേസിക്കലി ഇതിനെ ജനറലായിട്ട് വിളിക്കും വേവ് റിട്ടാർഡേഷൻ പ്ലേറ്റ്സ്. വേവ് റിട്ടാർഡേഷൻ പ്ലേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എൻറ്റേഴ്സ് സച്ച് എ മീഡിയം, ഒരു പ്ലെയിൻ പോളറൈസ്ഡ് വേവ് റിട്ടാർഡേഷൻ പ്ലേറ്റ്സ് അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലെയിൻ പോളറൈസ്ഡ് വേവ് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. രണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അതിന് ഒന്നിനെ പറയും ഇ റേ, ഒന്നിനെ പറയും ഒ റേ. ഓർഡിനറി റേ, എക്സ്ട്രാ ഓർഡിനറി റേ. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും പോളറൈസേഷൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഈ മെറ്റീരിയലിൻ്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് ഈ രണ്ട് റേയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കൂടിക്കൂടി വരും. ഓക്കെ, സോ എത്ര ദൂരം ആ മീഡിയത്തിലൂടെ പോകുന്നോ അത്രയും ഫേസ് ഡിഫറൻസ് കൂടിക്കൂടി വരും. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വി വിൽ ക്രിയേറ്റ് എ ഫേസ് ഡിഫറൻസ് സച്ച് ദാറ്റ് ഈ റേയും ഓ റേയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് λ/4 നമുക്ക് ആക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ പ്ലേറ്റ്സിനെ നമ്മൾ പറയും ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്ന് പറയും. So quarter wave plate that will create a phase difference 90 degree π/2 radian or a path difference λ/4. ഓക്കെ, ഇനി തിക്നെസ് നമ്മൾ വേറൊരു രീതിയിൽ സെറ്റ് ചെയ്യാണ് സച്ച് ദാറ്റ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ 180 ഡിഗ്രി അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് ഓഫ് λ/2. അങ്ങനത്തെ പ്ലേറ്റ്സിനെ നമ്മൾ വിളിക്കും ഹാഫ് വേവ് പ്ലേറ്റ്. ഓക്കെ, സോ ഇൻ ജനറൽ നമ്മൾ ഈ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏത് ഫേസ് ഡിഫറൻസ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് വേവ് റിട്ടാർഡേഷൻ പ്ലേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ബേസിക്കലി പ്രൊട്ടക്ഷൻ ഓഫ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ഓർ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെയാണ് സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കാം. അതായത് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഇഫ് യു പാസ് ത്രൂ എ ലീനിയർ പോളറൈസർ, ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം, ഒരു ലീനിയർ പോളറൈസറിൻ്റെ ഉള്ളിൽ കടത്തി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലീനിയർ പോളറൈസ്ഡ് ലൈറ്റ്. ഈ പോളറൈസറിൻ്റെ അപ്പുറം എന്ത് കിട്ടും? ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. And if that falls on a quarter wave plate at an angle 45 degree to the axis of the quarter wave plate, 45 ഡിഗ്രിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ കമ്പോണൻ്റ് ഈ റേയും ഓ റേയും
അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും. സോ 45 ഡിഗ്രിയിൽ വന്നു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും. സോ 90 ഡിഗ്രി പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ മാറിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ക്വാർട്ടർ വേവ് പ്ലേറ്റിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഈറയും ഓറയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? π/2 ആയിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആ ക്വാർട്ടർ വേവിൻ്റെ പ്ലേറ്റിൻ്റെ അപ്പുറം ഇത് രണ്ടും കൂടി സൂപ്പർ പോസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, ഇനി ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് 45 ഡിഗ്രിയിലല്ല വീഴുന്നത് ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ മേലെ. അങ്ങനെയാണെങ്കിൽ ഈറയും ഓറയും തമ്മിൽ ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കില്ല. ഓക്കെ, ദെൻ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയിരിക്കും. ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ മെത്തേഡ് ടു ക്രിയേറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ആൻഡ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി വി വിൽ ടുഡേയ്സ് ക്ലാസ് വി വിൽ അഗൈൻ ഡിസ്കസ് എന്താ പറയുക, ഈ വേവ് പ്ലേറ്റ്സിൻ്റെ എഫക്റ്റ് ഓഫ് വേവ് പ്ലേറ്റ്സ് ഓൺ പോളറൈസ്ഡ് ലൈറ്റ്. ഡിഫറെൻറ്റ് പോളറൈസ്ഡ് ലൈറ്റ് വേവ് പ്ലേറ്റിൽ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യു വിൽ ജസ്റ്റ് സീ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫ് എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ക്വാർട്ടർ വേവ് പ്ലേറ്റ്, ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ മേലെ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈറയും ഓറയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ദെൻ ഈറയും ഓറയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയിരിക്കും. സോ ദാറ്റ് ഇസ് എ ക്വാർട്ടർ വേവ് പ്ലേറ്റ്. നേരെ മറിച്ച് ഹാഫ് വേവ് പ്ലേറ്റിൻ്റെ മേലെയാണ് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വീഴുന്നതെങ്കിൽ ഇറ്റ് വിൽ ഇൻഡ്യൂസ് എ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഈറേ ആൻഡ് ഓറേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, നൗ വാട്ട് വിൽ ഹാപ്പൻ if a plane polarized light incident at 45 degree to optic axis, ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ മേലെ 45 ഡിഗ്രിയിൽ ഇൻക്ലിനേഷൻ, അതിൻ്റെ ഒപ്റ്റിക് ആക്സിസിൻ്റെ 45 ഡിഗ്രിയിൽ ഇൻക്ലിനേഷനിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിച്ചാൽ ഈറയും ഓറയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും 90 ഡിഗ്രിയിൽ. പക്ഷെ രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് സെയിം, ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി. ക്വാർട്ടർ വേവ് പ്ലേറ്റ് ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ഉണ്ടായിരിക്കും. അപ്പോൾ ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ അപ്പുറത്ത് എന്ത് സംഭവിക്കും വെച്ചാൽ ഈ രണ്ടും കൂടി ഇന്റർഫിയർ ചെയ്തിട്ട് യു വിൽ ഗെറ്റ് എ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ എഫക്റ്റ് ഓൺ ക്വാർട്ടർ വേവ് പ്ലേറ്റിൽ ഒരു പോളറൈസ്ഡ് ലൈറ്റ്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വീണ് കഴിഞ്ഞാൽ 45 ഡിഗ്രി വീണ് കഴിഞ്ഞാലുള്ള എഫക്റ്റാണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് ഈസ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. ഇതാണ് പ്രൊഡക്ഷൻ ഓഫ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി 45 ഡിഗ്രിയിലല്ല ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും ആംഗിളിലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഈറയുടെയും ഓറയുടെയും ആംപ്ലിറ്റ്യൂഡ്സ് സെയിം ആയിരിക്കില്ല. സോ യു വിൽ ഗെറ്റ് എൻ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നൗ വാട്ട് വിൽ ഹാപ്പൻ if a circularly polarized light is incident on a quarter wave plate? ഓക്കെ, ഒരു സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് വന്നിട്ട് ക്വാർട്ടർ വേവ് പ്ലേറ്റിൽ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിനെ ക്യാൻ ബി തോട്ട് ഓഫ് ടു പ്ലെയിൻ പോളറൈസ്ഡ് വേവ്സ്, 90 ഡിഗ്രി ഫേസ് ഡിഫറൻസിൽ 90 ഡിഗ്രി പോളറൈസേഷൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് വേവിൻ്റെ, അതും അതിൻ്റെ ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആണ്, അതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ക്വാർട്ടർ വേവ് പ്ലേറ്റിൽ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാൽ ആൾറെഡി ആ രണ്ട് വേവ്സും തമ്മിൽ ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. ക്വാർട്ടർ വേവ് പ്ലേറ്റ് അഗെയിൻ ഇറ്റ് വിൽ ഇൻഡ്യൂസ് അനദർ 90 ഡിഗ്രി. അപ്പം മൊത്തം 180 ഡിഗ്രി. സോ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് രണ്ടും കൂടി സൂപ്പർ പോസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, സോ ബേസിക്കലി എ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ക്വാർട്ടർ വേവ് പ്ലേറ്റിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ അപ്പുറത്ത് എന്താ കിട്ടുക ചോദിച്ചാൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണ് കിട്ടുക. ഓക്കെ,
അതേപോലെ തന്നെ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റും ക്വാർട്ടർ വേവ് പ്ലേറ്റിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, ഈ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചിട്ടുള്ള ഒരു ഫിഗർ ഇമാജിൻ ചെയ്താൽ മതി. ഓക്കെ, നൗ വാട്ട് വിൽ ഹാപ്പൻ if light falls on half wave plates? ഹാഫ് വേവ് പ്ലേറ്റിൽ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, if a plane polarized light, okay, is incident at 45 degree to optic axis, ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഹാഫ് വേവ് പ്ലേറ്റിൽ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹാഫ് വേവ് പ്ലേറ്റ് ഒരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഇൻഡ്യൂസ് ചെയ്താലും തിരിച്ച് ആ രണ്ട് ഈറയും ഓറയും കൂടി സൂപ്പർ പോസ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അഗെയിൻ യു വിൽ ഗെറ്റ് എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. പക്ഷേ എന്ത് സംഭവിച്ചാൽ the plane of polarization will rotate by 90 degree. Okay, so ഒരു 90 ഡിഗ്രി റൊട്ടേഷൻ ആണ് അത് ക്രിയേറ്റ് ചെയ്യുക ഹാഫ് വേവ് പ്ലേറ്റ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വരുന്നു, അതിന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കും. അതാണ് ഹാഫ് വേവ് പ്ലേറ്റ് ചെയ്യുക. ഓക്കെ, നൗ if a left circularly polarized light is incident on a half wave plate, okay, LCP, left circularly polarized light, അത് ഹാഫ് വേവ് പ്ലേറ്റിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ LCP എന്ന് പറഞ്ഞാൽ ക്യാൻ ബി തോട്ട് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ടു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അറ്റ് എന്താ പറയുക 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആയിട്ടുള്ള രണ്ട് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് LCPനെ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ വേവ് പ്ലേറ്റ് ഈ ഈറയും ഓറയും തമ്മിൽ അഗെയിൻ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഓൾ ടുഗദർ 270 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കയറി വരും. ഓക്കെ, ബട്ട് അത് രണ്ടും കൂടി സൂപ്പർ പോസ് ചെയ്താലും യു വിൽ ഗെറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. പക്ഷെ അതിൻ്റെ റൊട്ടേഷൻ ഡയറക്ഷൻ തിരിയും. LCP ഉള്ളത് RCP ആവും, റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആവും. ഓക്കെ, അതേപോലെ ഇത് തിരിച്ചും റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ഹാഫ് വേവ് പ്ലേറ്റിൽ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനത് ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റും. ഓക്കെ, so these are the effects of wave plates on polarized light. Now we will we will use these concepts for the analysis of polarized light. Okay, നമുക്ക് നമ്മുടെ ലൈറ്റിൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഈ പോളറൈസേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്. ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ്, അൺപോളറൈസ്ഡ് ലൈറ്റ്, ഓക്കെ, സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്, എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്, പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റ്. ദീസ് ആർ ദ കോമ്പിനേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഇഫ് യു ആർ യൂസിങ് എ സിംഗിൾ പോളറോയിഡ്, നമ്മളടുത്തൊരു പോളറൈസർ ഉണ്ട്. അപ്പോൾ വരുന്ന ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ ഈ പോളറൈസർ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോൺ പോളറൈസ്ഡ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് അതിന് എന്താ പറയുക, മീൻസ് പോളറൈസർ വന്നിട്ട് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റും. പക്ഷെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഫറൻസും കാണില്ല ഇൻറ്റൻസിറ്റിയിൽ. ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ഇൻറ്റൻസിറ്റി. ഓക്കെ, അതേപോലെ തന്നെ നേരെ മറിച്ച് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോളറൈസർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പൊസിഷൻ മൊത്തം 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 2 തവണ അത് കംപ്ലീറ്റ്ലി ഡാർക്കായിട്ട് മാറും. ആ പോളറൈസേഷൻ ഡയറക്ഷൻ ഇതിൻ്റെ ഒപ്റ്റിക് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈറ്റും ബ്ലോക്ക് ചെയ്യും. അങ്ങനെ അപ്പോൾ ഒരു തവണ കറക്കുമ്പോൾ രണ്ട് പൊസിഷനിൽ യു വിൽ ഗെറ്റ് കംപ്ലീറ്റ് എക്സ്റ്റിങ്ഷൻ ഓഫ് ലൈറ്റ്. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് എന്താണ്, ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റിനെ അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരൊറ്റ പോളറോയിഡ് മതി, അത് വെറുതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അത് 2 തവണ കംപ്ലീറ്റ് എക്സ്റ്റിങ്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യണം, ഫുൾ ഡാർക്ക്നെസ് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഈസ് എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, ഇനി അൺപോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ ദർ ഇസ് നോ വേരിയേഷൻ.
പോളറൈസർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇൻറ്റൻസിറ്റിയിൽ ഒരു വേരിയേഷനും ഉണ്ടാവില്ല. നേരെ മറിച്ച് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിലും there is no variation in intensity. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. വെറും ഒരു സിംഗിൾ പോളറോയിഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പോളറൈസർ മാത്രമേ ഉള്ളൂ വെച്ചാൽ ഈ ഇത് രണ്ടും തമ്മിലുള്ള നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. സർക്കുലർലി പോളറൈസ്ഡ് ആണോ അൺപോളറൈസ്ഡ് ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ഒരു വേരിയേഷൻ ഉണ്ടാവില്ല ഇൻറ്റൻസിറ്റിയിൽ. ഓക്കെ, ഇനി അടുത്തൊരു കേസ്. നമ്മൾ ഈ പോളറൈസർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്, വരുന്ന ലൈറ്റിൻ്റെ മുമ്പിൽ പോളറൈസർ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി വേരി ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് മാക്സിമം, ചില സ്ഥലത്ത് മിനിമം. എന്നാൽ കംപ്ലീറ്റ് ഡാർക്ക് ആവില്ല, കംപ്ലീറ്റ് എക്സ്റ്റിങ്ഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഐദർ ഇറ്റ് ക്യാൻ ബി പാർഷ്യലി പോളറൈസ്ഡ് ഓർ ഇറ്റ് ക്യാൻ ബി എലിപ്റ്റിക്കലി പോളറൈസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം ലൈറ്റുകളെ, പോളറൈസ്ഡ് ലൈറ്റുകളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. നേരെ മറിച്ച് സർക്കുലർലി അല്ലെങ്കിൽ അൺപോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ എലിപ്റ്റിക്കലി അല്ലെങ്കിൽ പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റ്, ഞാനിവിടെ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അൺപോളറൈസ്ഡ് അല്ല, സോറി, 1 മിനിറ്റ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കൺഫ്യൂഷൻ കയറി വരും. എലിപ്റ്റിക്കലി പോളറൈസ്ഡും പാർഷ്യലി പോളറൈസ്ഡും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ചോദ്യമാണ്. ഹൗ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദീസ് ടു. ഓക്കെ, സോ ഫൈൻ. ഓക്കെ, സോ ബേസിക്കലി ഇഫ് യു ഹാവ് എ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്, നിങ്ങളുടെ ലൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. ഞാൻ അതിൻ്റെ മുന്നിൽ ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റ് വെച്ചു. ഓക്കെ, അപ്പോൾ ഒരു സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിൻ്റെ മുന്നിൽ ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്തായിരിക്കും കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും കിട്ടുക. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു ലീനിയർ പോളറൈസർ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പൊസിഷനിൽ കംപ്ലീറ്റ് എക്സ്റ്റിങ്ഷൻ ഓഫ് ഇൻറ്റൻസിറ്റി, രണ്ട് പൊസിഷനിൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ലൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആണ്. അപ്പോൾ കൺഫ്യൂഷൻ ഇതായിരുന്നു, സർക്കുലർലി ആണോ അൺപോളറൈസ്ഡ് ആണോ എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കി, എന്താ പറയുക, ഓക്കെ, രണ്ട് പൊസിഷനിൽ കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ. അപ്പോൾ ഇങ്ങനൊരു സെറ്റപ്പിൽ ഈ ലീനിയർ പോളറൈസർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ട് പൊസിഷനിൽ കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ലൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കിട്ടുന്നില്ല, ഇൻറ്റൻസിറ്റി വേരിയേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഈസ് എ unpolarized light. Okay, so in addition to the polarizer, if you have a quarter wave plate, you can analyze, you can distinguish between circularly polarized light and unpolarized light. ഇതേ concept we can give for elliptically polarized light. ഇതേ സെറ്റപ്പ് തന്നെ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു ക്വാർട്ടർ വേവ് പ്ലേറ്റ് വെക്കും. എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എന്ത് കിട്ടും? നിങ്ങൾക്ക് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ലീനിയർ പോളറൈസർ വെച്ചിട്ട് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പൊസിഷനിൽ കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന വേവ്, ഏറ്റവും ആദ്യത്തെ വേവ് എന്ന് പറയുന്നത് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് ആണ്. അതല്ലെങ്കിൽ that is partially polarized light ആണ്. ഓക്കെ, സോ യൂസിങ് ദീസ് ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ
ക്ലിയർലി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദീസ്. ഏത് തരത്തിലുള്ള നേച്ചർ ഓഫ് ലൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. Okay, so this way you can analyze polarized light. Okay, so that is another use of quarter wave plate. Now another topic is optical activity. Okay, so optical activity endanu choichal, there are some materials, certain materials like quartz crystal അല്ലെങ്കിൽ sugar solution, turpentine. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ സച്ച് എ മീഡിയം, ഒരു ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ഇങ്ങനത്തെ മീഡിയത്തിലൂടെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ്സ്. അതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, എത്ര ദൂരം ആ മീഡിയത്തിലൂടെ പോകുന്നുണ്ടോ അത്രയും ദൂരം ഇത് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ചേഞ്ച് ചെയ്യും. ഓക്കെ, കൂടുതൽ ദൂരം ആ മീഡിയത്തിലൂടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ റൊട്ടേഷൻ ഉണ്ടാവും. ഓക്കെ, സച്ച് എന്താ പറയുക, ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്താ പറയുക ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയലുകളെ ഒപ്റ്റിക്കലി ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറയും. ഓക്കെ, അത് തന്നെ രണ്ട് തരത്തിലുള്ള റൊട്ടേഷൻ ഉണ്ട്. One is dextro rotation. Dextro rotation എന്ന് പറയുന്നത് the plane of polarization rotates towards right. ഓക്കെ, അതായത് നമ്മൾ ലൈറ്റിൻ്റെ ഡയറക്ഷനിലേക്ക് നോക്കുമ്പോൾ if the plane of polarization rotates towards right, that is called dextro rotation. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയലുകളെ നമ്മൾ വിളിക്കും ഡെക്സ്ട്രോ റൊട്ടേറ്ററി മെറ്റീരിയൽസ്. അതിൻ്റെ എക്സാമ്പിളാണ് കെയിൻ ഷുഗർ, സോഡിയം ക്ലോറൈഡ്, ഗ്ലൂക്കോസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ പ്ലെയിന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി മെറ്റീരിയൽസ് എന്ന് പറയും. ഓക്കെ, ദെൻ ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ദ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ്സ് ടുവേർഡ്സ് ലെഫ്റ്റ്, അതിന് നമ്മൾ വിളിക്കും ലിവോ റൊട്ടേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ആ ലിവോ റൊട്ടേഷൻ കാണിക്കുന്ന മെറ്റീരിയലുകളെ നമ്മൾ ലെവോ റൊട്ടേറ്ററി മെറ്റീരിയൽസ് എന്ന് വിളിക്കും. ബേസിക്കലി ഫ്രൂട്ട് ഷുഗർ, ഫ്രക്ടോസ്, ടർപ്പൻറ്റൈൻ, ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ലെവോ റൊട്ടേറ്ററി മെറ്റീരിയൽസ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ് ചെയ്യും. ആ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എത്ര റൊട്ടേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ, അല്ലെങ്കിൽ എത്ര ദൂരം ആ മീഡിയത്തിലൂടെ പോയിട്ടുണ്ട്. ലെങ്ത് എൽ, സോ തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എൽ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. ഇപ്പോൾ ഷുഗറിൻ്റെയൊക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ ഷുഗർ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് റൊട്ടേഷൻ കൂടും, ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റൊട്ടേഷൻ കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം തീറ്റ പ്രൊപ്പോർഷണൽ ടു എൽ സി. ഓക്കെ, വേർ തീറ്റ ഇസ് ദ ആംഗിൾ ഓഫ് റൊട്ടേഷൻ. ആ പ്ലെയിന് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ കിട്ടി. അതിന് നമുക്കൊരു ഇക്വേഷനാക്കി മാറ്റാൻ കഴിയും ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് എ സ്യൂട്ടബിൾ കോൺസ്റ്റന്റ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എഴുതാൻ പറ്റും തീറ്റ ഈക്വൽ ടു എസ് LC, S into LC, where S is the proportionality constant. ഈ എസിനെ നമ്മൾ വിളിക്കും സ്പെസിഫിക് റൊട്ടേഷൻ, where S is called specific rotation. So നമുക്ക് എഴുതാൻ പറ്റും S equal to theta by LC. So this is the formula for specific rotation. S equal to theta by LC. By convention, അതായത് പണ്ട് മുതലേ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, തീറ്റ ഈസ് ഇൻ ഡിഗ്രീസ്. അപ്പോൾ ഈ ഫോർമുല എന്ന് പറയുന്നത് തീറ്റ ഈസ് ഇൻ ഡിഗ്രീസ്, നോട്ട് ഇൻ റേഡിയൻസ്. എൽ എന്ന് പറയുന്ന ലെങ്ത്, ആ മെറ്റീരിയലിൽ എത്ര ദൂരം ലൈറ്റ് ട്രാവൽ ചെയ്തു എന്നുള്ള ലെങ്ത്, അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ലെങ്ത്. ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ ഡെസിമീറ്റർ. കുറേ കാലം മുന്നേ ചെയ്തതാണ്, അതുകൊണ്ട് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. എൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഡെസിമീറ്ററിലാണ്.
Concentration is measured in grams per centimeter cube. Grams per cubic centimeter. Okay. So this is the conventional formula. Okay. Now, if you are measuring length in centimeter, decimeter nu varam centimeter lanu measure cheyanengil, there is a multiplication factor of 10. ഒരു 10 multiplication factor difference ഉണ്ടായിരിക്കും. So the corrected formula is S equal to 10 theta by LC, where L is in centimeter. Okay. So this is the formula for specific rotation. Now, basically ഇപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട് if you know the specific rotation of some say ഷുഗറിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ if you have an unknown solution of sugar, you can find out the concentration of sugar in that. ഈ ഫോർമുല വെച്ചിട്ട് C equal to rearrange ചെയ്ത് എഴുതാൻ പറ്റും. Okay. So if you can measure the എന്താ പറയുക തീറ്റ റൊട്ടേഷനും, if you know the length and if you know the specific rotation, you can calculate the concentration of sugar solution. Okay. അപ്പോൾ അങ്ങനത്തെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്, so that is known as polarimeter. Okay. നമ്മുടെ ലാബിലും എക്സ്പെരിമെൻ്റ് ഉണ്ട്, നമുക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് പൊളാരിമീറ്റർ. ഓക്കെ, ലാബിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പൊളാരിമീറ്റർ എങ്ങനെയാണെന്ന് പറയാം, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് പറയാം. സോ ബേസിക്കലി പൊളാരിമീറ്ററിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോഴ്സ് വേണം, ലൈറ്റ് സോഴ്സ്. അപ്പോൾ ഞാൻ ഇവിടെ O എന്ന് പറയുന്ന ഒരു സോഴ്സ് വെച്ചു. ഒരു ലെൻസിൻ്റെ ഫോക്കസിലാണ് വെക്കുന്നത് വെച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് പാരലൽ ബീം കിട്ടും. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ നിന്ന് വരുന്നത് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്. ഓക്കെ, ഈ പോർഷനിൽ വരുന്ന അൺപോളറൈസ്ഡ് ലൈറ്റ്. സോ നമുക്ക് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കിട്ടണമെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് വേണം, അതിൻ്റെ പ്ലെയിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ N1 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഇസ് കാൾഡ് ഇറ്റ്സ് എ നിക്കോൾ പ്രിസം. നിക്കോൾ പ്രിസം എന്ന് പറയുന്ന ഒരു പോളറൈസറാണ്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നിക്കോൾ പ്രിസം N1 വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്ത് കിട്ടി? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കിട്ടി. ഓക്കെ, സോ യു ഗോട്ട് എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഞാൻ ഈ ഫിഗറിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് HSP, ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് എന്നാണ് ഇത് പറയാം, ലോറൻസ് ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്. തൽക്കാലം ഇത് ഇല്ല എന്ന് വിചാരിക്കുക. അസ്യൂം ദാറ്റ് ദർ ഇസ് നോ HSP. Okay, so you got a plain polarized light. Now I put a glass tube containing the solution. ഒരു എന്താ പറയുക, ഒരു ഷുഗർ സൊല്യൂഷനോ എന്താണെങ്കിൽ എടുക്കാം. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ മെല്ലെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് വേറെ ഒരു ഡയറക്ഷനിലായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം റൊട്ടേറ്റ് ചെയ്തു എന്ന് കണ്ടുപിടിച്ചാൽ മതി. then I can calculate the concentration of sugar solution. So that is the concept. Okay, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്, അത് കഴിഞ്ഞിട്ടൊരു നിക്കോൾ പ്രിസം N2 ഉണ്ട്. ഓക്കെ, N2 എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ എന്ത് ചെയ്യിച്ചാൽ ഈ ഗ്ലാസ് ട്യൂബ് എം ടി ആക്കി വയ്ക്കും. ദർ ഇസ് എം ടി, അല്ലെങ്കിൽ നമ്മൾ വെള്ളം വെച്ച് തുടങ്ങും. വെള്ളം എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് നോട്ട് എ ഒപ്റ്റിക്കലി ആക്റ്റീവ് മീഡിയം, ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. സോ അതുകൊണ്ട് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ റൊട്ടേറ്റ് ചെയ്യില്ല. സോ ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ദ സൊല്യൂഷൻ, നമ്മൾ ഷുഗർ സൊല്യൂഷന് പകരം നമ്മൾ ബേസിക്കലി വെറും വെള്ളം എടുക്കും. വെറും വെള്ളം എടുത്തിട്ട് നിക്കോൾ പ്രിസം N2 ഈസ് അഡ്ജസ്റ്റഡ് സോ ദാറ്റ് ഇത് കംപ്ലീറ്റ് ഡിസ്റ്റിങ്ഷൻ ഓഫ് ലൈറ്റ് ഒക്കേഴ്സ്. അതായത് N1-ൻ്റെയും N2-ൻ്റെയും പാസ് ആക്സിസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ രണ്ട് പോളറൈസർ പാസ് ആക്സിസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഒന്നും ഉണ്ടാവില്ല, യു വിൽ ഗെറ്റ് കംപ്ലീറ്റ് ഡാർക്ക്നെസ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് തുടങ്ങുമ്പോൾ ആദ്യം വെള്ളം നിറച്ചിട്ട് N2 ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, N2-ൻ്റെ ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, N2 റൊട്ടേറ്റ് ചെയ്തിട്ട് വാട്ട് വി വിൽ ഡു ഈസ് ഇത് രണ്ടും മ്യൂച്വലി ക്രോസ് ചെയ്ത് വെക്കും, N1-ഉം N2-ഉം. അപ്പോൾ എന്തായി, ആ ടെലസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കംപ്ലീറ്റ് ഡാർക്ക്നെസ്, ഒരു ലൈറ്റും കിട്ടില്ല.
ഓക്കെ, ഇപ്പം നമുക്കറിയാം N1 N2 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. നൗ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മൾ അവിടുത്തെ റീഡിങ്സ് എടുക്കും. അതിൻ്റെ പൊസിഷൻ N2ൻ്റെ എത്ര ഡിഗ്രിയിലാണ് നിൽക്കുന്നത് എന്നുള്ള ഇനീഷ്യൽ പൊസിഷൻ എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്ലാസ് ട്യൂബിൽ നമ്മുടെ വേണ്ട സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ ഷുഗർ സൊല്യൂഷൻ നമ്മളതിൽ ഒഴിക്കും. ഇപ്പോൾ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ കുറച്ച് റൊട്ടേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതേ പൊസിഷനിൽ N2 ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ അതേ പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ, ടെലസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻറ്റൻസിറ്റി കാണാം. ഓക്കെ, നൗ വാട്ട് ഐ ഡു ഈസ് റൊട്ടേറ്റ് N2 റൊട്ടേറ്റ് ചെയ്തിട്ട് again I will make complete darkness. പിന്നെയും മ്യൂച്വലി ക്രോസ് ഡയറക്ഷനിൽ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ N2 റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെയും ഡാർക്ക് ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ N2 എത്ര റൊട്ടേറ്റ് ചെയ്തോ അതേ റൊട്ടേഷൻ തന്നെയായിരിക്കും എന്തിൻ്റെ ഈ പ്ലെയിൻ ഓഫ് പോളറൈസേഷനും റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ഡാർക്ക്നെസ് കിട്ടുള്ളൂ. സോ ബേസിക്കലി N2ൻ്റെ പുതിയ പൊസിഷൻ തീറ്റ കണ്ടുപിടിക്കുക. ഈ രണ്ട് തീറ്റയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ആംഗിൾ ഓഫ് റൊട്ടേഷൻ തീറ്റ. ഓക്കെ, സോ നൗ യു ഗോട്ട് തീറ്റ. ഗ്ലാസ് ട്യൂബിൻ്റെ ലെങ്ത് L എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ L ആയി. ദെൻ സ്പെസിഫിക് റൊട്ടേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു HSP, ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്. അത് എന്തിനാ? അത് ഞാൻ തൽക്കാലം പറഞ്ഞു അസ്യൂം ദാറ്റ് ദർ ഇസ് നോ ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്. ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് ഇല്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ. ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് ഇല്ലാതെയും നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ N2 റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ഡാർക്ക് ആക്കണം. കംപ്ലീറ്റ് ഡാർക്ക് ആക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചെറിയ വേരിയേഷൻസ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് കംപ്ലീറ്റ് ഡാർക്ക് ആയോ, ഏതാണ് മാക്സിമം ഡാർക്ക്, ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെറും കണ്ണുകൊണ്ടാണ് നോക്കുന്നത്. നിങ്ങൾ ലാബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഏത് പൊസിഷനിൽ കംപ്ലീറ്റ് ഡാർക്കായി നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്. ഓക്കെ, ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയാം. വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, സോ ദിസ് ഇസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ലോറൻസ് ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്. ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ ഡിസ്ക് ആണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് രണ്ട് പാർട്ട് ഉണ്ട്. ഞാൻ ഈ ഫിഗറിൽ വരച്ച പോലെ ഒരു ഹാഫ് സർക്കിള് ദാറ്റ് ഈസ് എ മെറ്റീരിയൽ കോൾഡ് ക്വാർട്സ് ക്രിസ്റ്റൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് അപ്പുറത്തെ സൈഡിൽ എന്തായിരിക്കും, അടുത്ത ഹാഫ് സർക്കിൾ എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, വേറെസ് ക്വാർട്സ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അതിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് സോ ദാറ്റ്, നമ്മൾ ഈ ക്വാർട്സിൻ്റെ തിക്നെസ് എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സച്ച് ദാറ്റ് ഇറ്റ് ഇൻട്രൊഡ്യൂസസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് 180 ഡിഗ്രി. ഒരു ഹാഫ് വേവ് പ്ലേറ്റിൻ്റെ തിക്നെസ്സിലാണ് നമ്മൾ ഇതിൽ ക്വാർട്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കേസ് വരുമ്പോൾ നൗ വാട്ട് ഐ ഡു ഈസ്, ഞാൻ ഫസ്റ്റ് നിക്കോൾ പ്രിസത്തിൽ നിന്ന് ഒരു ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഐ വിൽ അലൈൻ, അസ്യൂം ദാറ്റ് ഈസ് OP ഡയറക്ഷനിലാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അത് ഗ്ലാസ് ലൈറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ലൈറ്റിനൊന്നും സംഭവിക്കില്ല. ആ ലൈറ്റ് OP കൂടെ തന്നെ പോകും. നേരെ മറിച്ച് ക്വാർട്സിലാണെങ്കിൽ അതിൻ്റെ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ OQ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ക്വാർട്സിൽ അതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ വേറെ ആയിരിക്കും. ഓക്കെ, നൗ ഇനി രണ്ടാമത്തെ നിക്കോൾ പ്രിസം N2ൻ്റെ പാസ് ആക്സിസ് OPന് പാരലൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ലൈറ്റ് മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടാവും. OQന് പാരലൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്സ് പ്ലേറ്റിൽ മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടാവും. ഓക്കെ,
ഇനി എ ബിക്ക് പാരലാണെങ്കിലോ, എ ബിക്ക് പാരലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വൽ ഇൻറ്റൻസിറ്റി ആയിരിക്കും ഈ രണ്ട് സൈഡും. ഓക്കെ, അതുപോലെ സി ഡിക്ക് പാരലായി കഴിഞ്ഞാലും ഈക്വൽ ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഒരു സൈഡിൽ കംപ്ലീറ്റ് ബ്രൈറ്റ്, മീൻസ് എ ബി ആണെന്നുണ്ടെങ്കിൽ രണ്ടും കംപ്ലീറ്റ് ബ്രൈറ്റ്, ക്വാർട്സും ഗ്ലാസും. സി ഡി ആണെന്നുണ്ടെങ്കിൽ രണ്ടും കംപ്ലീറ്റ് ഡാർക്ക്, ക്വാർട്സും ഗ്ലാസും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ആ ഫീൽഡ് ഓഫ് വ്യൂ നിങ്ങൾ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ തന്നെ സൈഡ് ബൈ സൈഡ് രണ്ട് ഇമേജ് കിട്ടും. ഒന്ന് ഡാർക്കായിട്ടും ഒന്ന് ബ്രൈറ്റ് ആയിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ഡാർക്ക് ആയോ എന്ന് അറിയാൻ ഈക്വൽ ഇൻറ്റൻസിറ്റി ആയാൽ മതി. അപ്പോൾ ഷെയ്ഡുകൾ തമ്മിൽ ഡിഫറൻസ് വരാൻ പാടില്ല. ഏതാണ് കൂടുതൽ ഡാർക്ക്, അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം വരില്ല. രണ്ടും ഈക്വൽ ഡാർക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ബ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഷെയ്ഡ് ഡിഫറൻസ് ഇല്ലാതെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ എക്സാക്ട്ലി മെഷർ, എന്താ പറയുക, കംപ്ലീറ്റ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ തീറ്റ നമുക്ക് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് അക്യുറസി കുറവായിരിക്കും. കാരണം നമ്മുടെ കണ്ണിന് അത്രത്തോളം സെൻസിറ്റീവ് അല്ല. ഇത് കംപ്ലീറ്റ് ഡാർക്ക് ആണോ കംപ്ലീറ്റ് ബ്രൈറ്റ് ആണോ എന്നറിയാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കയറി വരും. അപ്പോൾ സൈഡ് ബൈ സൈഡ് രണ്ട് ഇമേജ് കാണുകയാണെന്നുണ്ടെങ്കിൽ, പകുതി രണ്ട് ഇമേജ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ, രണ്ട് സൈഡിലും ഒരേ ഷെയ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് തീറ്റ മെഷർ ചെയ്യാൻ കഴിയും. സോ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ്. അപ്പോൾ ഇതും കൂടി നമ്മൾ ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. ഈവൻ നമ്മുടെ ലാബിലുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ ഹാഫ് ഷെയ്ഡ് പ്ലേറ്റ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞപ്പോൾ ബേസിക്കലി ഷുഗർ ഇൻഡസ്ട്രീസിൽ ഈ ഷുഗർ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് മെഷർ ചെയ്യാം ബൈ യൂസിങ് പൊളാരിമീറ്റർ. ഓക്കെ, ഇപ്പോൾ ഒപ്റ്റിക്സിലാണെങ്കിൽ യു ക്യാൻ മാനിപ്പുലേറ്റ് പോളറൈസേഷൻ. നിങ്ങൾക്ക് ഇപ്പോൾ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഒരു സ്പെസിഫിക് ആംഗിളിൽ എത്ര ഡിഗ്രി, 30 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രി തിരിക്കണം. And if you want to manipulate, you can simply do with this technique. Okay, specific rotation അറിയാൻ ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ഡിഗ്രി റൊട്ടേഷൻ വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഇൻ കെമിസ്ട്രി യു ക്യാൻ ക്യാരക്ടറൈസ് സബ്സ്റ്റൻസസ്. പല സബ്സ്റ്റൻസുകളും നമുക്കതിനെ സൊല്യൂഷൻസിലുള്ള സബ്സ്റ്റൻസുകളെ ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. ഏത് മെറ്റീരിയലാണ് ബൈ മെഷറിങ് ദ റൊട്ടേഷൻ. ഓക്കെ, അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഏത് സബ്സ്റ്റൻസ് ആണ് അതിലുള്ളതെന്ന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ മെഡിസിൻ ബ്ലഡ് ഷുഗർ കോൺസെൻട്രേഷൻ. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് ഷുഗർ കോൺസെൻട്രേഷൻ നമുക്ക് ഇതേപോലെ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് പൊളാരിമീറ്റർ വെച്ചിട്ട് യു ക്യാൻ മെഷർ. ദാറ്റ് വിൽ ബി മോർ അക്യുറേറ്റ് ദാൻ സ്ട്രിപ്പ്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിപ്പിനേക്കാളൊക്കെ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിരിക്കും പൊളാരിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന ബ്ലഡ് ഷുഗർ കോൺസെൻട്രേഷൻ. ഓക്കെ, ദെൻ ഇൻ മിനറോളജി സർട്ടൻ മിനറൽസ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ applications, uses of polarized means optical active medium materials. Okay, so with this നമ്മുടെ പോളറൈസേഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മളിവിടെ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, so maybe in the next class we can start holography. Okay, thank you.